നഗ്നരായാണ് നമ്മൾ വന്നതെന്ന് ഓർമ്മ വേണം. നഗ്നരായി തന്നെ നമ്മൾ കടന്നു പോകും. പണമോ ആഡംബരങ്ങളോ ഇല്ലാതെയാണ് നമ്മൾ വന്നത്. പണമോ ആഡംബരങ്ങളോ ഇല്ലാതെ തന്നെ നമ്മൾ കടന്നു പോകും. ആരോ നമ്മളെ ആദ്യമായി കുളിപ്പിച്ചു, അവസാനം കുളിപ്പിക്കുന്നതും മറ്റാരോ ആയിരിക്കും. ഇതാണ് ജീവിതം. എന്നിട്ടും എന്തിനാണ് ഇത്ര വെറുപ്പ്? എന്തിനാണ് ഇത്ര അസൂയ? എന്തിനാണ് ഇത്ര സ്വാർത്ഥത? മരിക്കും മുമ്പ് ഒന്നും തലയിലെടുത്ത് വെക്കാതെ സ്വസ്ഥമായി ജീവിതം ജീവിച്ചു തീർക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ജീവിതത്തിന് അനശ്വരതയൊന്നുമില്ല. അതിങ്ങനെ പോവും, പക്ഷെ ഒരു ദിവസം അതങ്ങ് അവസാനിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ അസൂയയും വെറുപ്പും സ്വാർത്ഥതയും എല്ലാം കളഞ്ഞ് സമാധാനമായി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ കാണാൻ കഴിഞ്ഞ ഒരു വാക്കുകളാണിത്. അത് കടമെടുത്തിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നവരാണ്. നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി ഭംഗിയായി നടക്കുന്നവരാണ്. കുറേ പേര് നെട്ടോട്ട് ഓടുന്നു, കുറേ പേര് ജീവിതം ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് പുറത്തോട്ട് നോക്കി നമുക്ക് കാണാൻ കഴിയും. രാവിലെ എണീറ്റ് കുറച്ച് പേര് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കുറച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർ, കുറച്ച് എവിടെയെങ്കിലും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആൾക്കാരെല്ലാം കാണാൻ പറ്റും. പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സമാധാനമായിട്ടുള്ളൊരു ജീവിതം. സുഖമായി രാത്രി കിടന്നുറങ്ങണം, സന്തോഷത്തോടു കൂടി വീട്ടിൽ ജീവിക്കണം, കുറേ ലോകം എക്സ്പ്ലോർ ചെയ്യണം, കുറേ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഈ ടെൻഷനും ഈ സ്വാർത്ഥതയും അസൂയൊക്കെ വെച്ച് വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ കുറേ കൊണ്ട് കിടന്ന് നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് സമാധാന ജീവിതത്തിൽ നേടുന്നത്? നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ജനിച്ചത് ഒന്നുമില്ലാതെ മരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കുറേ പൈസ പണിയെടുത്ത് ഉണ്ടാക്കി കൂട്ടി വയ്ക്കുന്നതിലല്ല കാര്യം. അത് നമ്മൾ കാര്യമായിട്ട് നമുക്കതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. മാത്രമല്ല നമ്മൾ ജീവിതം എത്ര എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കാര്യം. കാരണം എല്ലാവരും ഒരേ പാറ്റേണിൽ തന്നെ പോകുന്നത്. ജനിക്കുന്നു, പഠിക്കുന്നു, ഒരു ഏജ് ആകുമ്പോൾ ജോലി, കല്യാണം, കുട്ടികൾ, പിന്നെ പ്രായമാവുന്നു, റിട്ടയർമെൻറ്റ് ലൈഫ്, അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മളൊരു നിമിഷം ആലോചിക്കണം കേട്ടോ. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു കൊച്ചു ജീവിതമാണ്. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകാവുന്നൊരു സംഭവം. അപ്പം നാളെ നിങ്ങളുടെ എൻഡ് ഡേറ്റാണ്. നാളെ നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പിയോടുകൂടി വളരെ ടൈം യൂസ് ചെയ്തിട്ട് ജീവിക്കുമെന്ന് നമ്മൾ പറയില്ലേ. അപ്പം അതുപോലെ നമുക്ക് ഓരോ നിമിഷവും യൂസ് ചെയ്യാൻ പറ്റണം. ചെറിയൊരു മോട്ടിവേഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബൈ.